ഇവിടെയാണ് ഇപ്പൊ എത്തി നിൽക്കുന്നത്. മഅദല്ലാഹ്. ഈ സമയത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, മനുഷ്യൻ ദാഹിക്കുന്നത്, മനുഷ്യന് പണമുള്ളത്, ധാരാളം പണമുള്ള വ്യക്തികളും അതുപോലെ തന്നെ പറമ്പുകളും തോട്ടങ്ങളും അതുപോലെ ഒരു പടി മക്കളും എല്ലാവരുമുള്ള ആളുകൾ കൊതിക്കുന്നത് പടച്ചവരെ ചെറിയൊരു സമാധാനം വേണം, ചെറിയൊരു ശാന്തി വേണം, ഒരു സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയണം. നശ്വരമായ ഭൗതിക ലോകത്ത് സന്തോഷത്തോടെ ആരുടെ മുന്നിലും കൈനീട്ടാതെ, ആരുടെ മുന്നിലും ഇസ്സത്ത് നഷ്ടപ്പെടുത്താതെ, പടയം വെക്കാതെ ഇസ്സത്തോടുകൂടെ ജീവിച്ചിട്ട് അവസാനം കലിമ ചൊല്ലിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമ ചൊല്ലാൻ പോകുന്ന സമയത്ത് കാരുണ്യത്തിന്റെ നേതാവ് ആ പരിശുദ്ധമായ പവിത്രമായ പച്ചത്തുബയിൽ ഇടത്തുകെട്ടിൽ കിടന്നുകൊണ്ട് ലോക മുസ്ലിമിന്റെ ചലനങ്ങൾ നോക്കിക്കാണുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല പല ആളുകളും ലോകത്തോട് വിട പറയുമ്പോൾ ഫതബസ്സമ, അവിടുന്ന് പുഞ്ചിരിക്കുന്നു, അവിടത്തേക്ക് വന്നുകൊണ്ട് സലാം പറയുന്നു. ആരാണ് നിങ്ങൾ? മൻ അന്ത, ആരാണ് നിങ്ങൾ? അന റസൂലുള്ളാഹ് അന ഹബീബുല്ലാഹ്, ഞാനാണ് മോനെ റസൂലുള്ളാഹ്. മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം കണ്ട് പുഞ്ചിരിച്ച് സന്തോഷത്തോടുകൂടെ പല ആളുകൾക്കും മരിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അള്ളാഹു നമുക്കും തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആ നിലക്ക് മരിക്കണമെന്ന് കൊതിക്കുന്നവരാണ് ഹബീബിന്റെ ഉമ്മത്തുകളായ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ ഉമ്മത്തുകളായ നമ്മളൊക്കെ. അതുകൊണ്ട് തന്നെ മനുഷ്യനായി പ്രത്യേകിച്ച് മുഅ്മിനീങ്ങള് ഇന്ന് വളരെ സമാധാനം ലഭിച്ചിട്ട്, എവിടെയും സന്തോഷം ലഭിച്ച് അവസാന സമയം പുഞ്ചിരിച്ച് വഫാത്താകാൻ കഴിയണം, മരിക്കാൻ കഴിയണം. ഇതാണ് മനുഷ്യൻ എന്ന് കൊതിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ധാരാളം മാർഗങ്ങളുണ്ട്, വഴികളുണ്ട്. അതിലെന്തുകൊണ്ടും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് നമ്മൾ സംഘടിപ്പിച്ച ഈ മഹത്തായ മജ്ലിസ്. അള്ളാഹു ഈ മജ്ലിസിൽ ഒരുമിച്ചുകൂടിയവർക്കൊക്കെ റഹ്മത്തും ബറക്കത്തും ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. അത് വല്ലാത്തൊരു ബറക്കത്തുള്ള സദസ്സാണ്. ഒന്നരാ ശൈഖുന അതിന്റെ ഒന്ന് രണ്ട് ഭാഗങ്ങൾ, ഒന്ന് രണ്ട് ഭാഗങ്ങളായി തന്നെ ഉസ്താദ് നമുക്ക് പറഞ്ഞു തന്നു. ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നത്, ഈ കൂടിയ നിങ്ങൾക്കൊക്കെ പല വിഷമങ്ങളുണ്ട്, എല്ലാവർക്കും ഉണ്ട് പ്രയാസങ്ങളും പ്രതിസന്ധികളും. ഒരു വിഷമില്ലാത്ത ആരുണ്ടാകാം. ദുനിയാവിന്റെ സ്ഥിതി അങ്ങനെ തന്നെയാണ്. പിന്നെ എല്ലാവർക്കും പടച്ചവനെ നന്നായി ഇൽമിന്റെ തഖ്വയുള്ളൊരു ഖാദിമായി അവസാനം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം കണ്ട് അവിടുത്തെ പൊരുത്തം കിട്ടി ഭരിക്കണമെന്ന് തന്നെയാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. ബഹുമാനപ്പെട്ട ഉമർ നസഫി റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു രംഗം കാണാം. ഇന്ന അഹ്ല ത്വാഅതി യഅഖുദൂനൽ അക്വാബ മിൻ ഹൗദിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 24 മണിക്കൂറും ഇബാദത്തെടുക്കുന്ന ഒരു സാധാരണക്കാരൻ, അതുപോലെ തന്നെ പ്രായം ചെന്ന ആളുകൾ, അവരൊരു ദിവസം യുസല്ലി കുല്ല യൗമിൻ വ ലൈലത്തിൻ അൽഫ റക്അ, ഒരു ദിവസം 1000 റക്അത്തൊക്കെ നിസ്കരിക്കും. അങ്ങനത്തെ ആളുകള് അവര് യഅഖുദൂനൽ അക്വാബ മിൻ ഹൗദിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവർക്കൊക്കെ റസൂലുള്ളാഹി തങ്ങളുടെ ഹൗദുൽ കൗസർ, അത് നമുക്ക് വിശദീകരിക്കണ്ട, അതിൽ നിന്ന് അവർക്ക് ലഭിക്കുന്നത് വേറൊരു വാസിത്ത മുഖേനയാണ്. ഇല്ലാ അഹ്ലൽ ഇൽമി, ഇൽമു പഠിക്കുന്ന മുതഅല്ലിമീങ്ങളും ഇൽമു പഠിപ്പിക്കുന്ന ആലിമീങ്ങളും ഫഇന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഗ്രിഫു ലഹും ബിയദിഹി. ഒരു ദീന് പഠിക്കുന്ന മുതഅല്ലിമിനെ കാരുണ്യത്തിന്റെ നേതാവ് മാടി വിളിച്ച് അവിടുത്തെ ശറഫാക്കപ്പെട്ട കൈകൊണ്ട് ഒരു മുതഅല്ലിമിന് വെള്ളം കൊടുക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീന് പഠിക്കുന്ന ദീനിന്റെ ഖാദിമായ മുതഅല്ലിമിന് റസൂലുള്ളാഹിന്റെ കരങ്ങളെ കൊണ്ട് നേരിട്ട് വെള്ളം കൊടുക്കുമെന്ന് ധാരാളം ഗ്രന്ഥങ്ങൾ രചിച്ചുപോയ ആയിരക്കണക്കിന് ശിഷ്യഗണങ്ങളുള്ള വലിയൊരു പാണ്ഡിത്യത്തിന്റെ ഉടമ പഠിപ്പിക്കുന്നുവെങ്കിൽ
അള്ളാഹു ആ മക്കൾ നമ്മെ പെടുത്തുമാറാവട്ടെ. പ്രിയപ്പെട്ടവരോട്, ശബ്ദം കേൾക്കുന്ന ജ്യേഷ്ഠാനുജന്മാർ, വിട്ടുനിന്ന് കേൾക്കുന്ന ഉമ്മപെങ്ങന്മാരോട്, പിതാക്കളോട് ഞാൻ പറഞ്ഞു വരുന്നത്, മനുഷ്യൻ ദാഹിക്കുകയാണ് സമാധാനത്തിന് വേണ്ടി. ആ ദാഹത്തിനൊക്കെ പല വഴികളുമുണ്ട്. അതിലൊരു വഴിയാണ് ഇപ്പോ നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത് എന്ന് ഞാനിവിടെ പറഞ്ഞു. പല മാർഗങ്ങളുമുണ്ട്. അതില് എല്ലാത്തിനും അള്ളാഹു നമുക്ക് നാഫിയ ഇൽമ തരണമെങ്കിലും, അള്ളാഹുവിന്റെ ദീനിന്റെ ചെറിയ ഇഖ്ലാസുള്ള ഒരു ഖാദിമാക്കി തീർക്കണമെങ്കിലും അതിനൊക്കെ ഒരുപാട് പടികൾ നമുക്ക് താണ്ടിയെടുക്കേണ്ടതെങ്കിൽ ചവിട്ടി നടക്കേണ്ടതുണ്ട്. പക്ഷെ അതിനൊക്കെ അൽഹംദുലില്ലാ നല്ല നല്ല മാർഗങ്ങൾ പുന്നാര മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മ പഠിപ്പിച്ചിട്ടുണ്ട്. കണ്ട, ഒരിക്കൽ സ്വഹാബികളൊക്കെ ഒരുമിച്ച് കൂട്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് സ്വഹാബത്തിന്റെ മുന്നിൽ വെച്ച് നബി തങ്ങൾ പറഞ്ഞു, അവിടെ നിന്ന് ചോദിക്കുക, ഈ കൂട്ടത്തില് എല്ലാവരും ഇരിക്കുന്ന ഇടയില് മാമിൻ ബലദ്, ഏതെങ്കിലും ഒരു കുട്ടി യൻദുറു ഇലാ വാലിദൈഹി നളറ റഹ്മ ഇല്ലാ കതബല്ലാഹു ലഹു ബികുല്ലി നളറത്തിൻ ഹജ്ജത്തൻ മബ്റൂറ. വല്ലാത്ത നമ്മയൊക്കെ വല്ലാതെ ചിന്തിപ്പിക്കുന്ന രംഗല്ലേ. ഏതെങ്കിലും ഒരു മുതഅല്ലിമ് പ്രിയപ്പെട്ട മാതാവിന്റെ മുഖത്ത് 10 മാസം നൊന്ത് പ്രസവിച്ച ഉമ്മയുടെ മുഖത്ത്, അതല്ലെങ്കിൽ വാപ്പയുടെ മുഖത്ത് സന്തോഷത്തോടെ ഒരു നോട്ടം നോക്കിയാൽ കഅബത്തിന്റെ ഖില്ല പിടിച്ച് ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ്. കഅബത്തിങ്കൽ ചെന്ന് ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ്. ഹറമിൽ പോയിട്ട് ഒരു ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി. നമ്മുടെ ഉമ്മയുടെ മുഖത്ത് സന്തോഷത്തോടെ ഉമ്മ എന്ന് വിളിച്ച് ഒരു നോട്ടം നോക്കുന്ന കുട്ടിക്ക് ഒരു ഹജ്ജ് ചെയ്ത പ്രതിഫലം. ബാപ്പയുടെ മുഖത്ത് അവിടുത്തെ കൈകൾ തൊലികളൊക്കെ ചുളിഞ്ഞുപോയി. പാവപ്പെട്ട ഉപ്പ ഒരു കാലത്ത് പഠിക്കാൻ വേണ്ടി വിടുമ്പോ അവിടുന്ന് രാവിലെ പാടത്ത് പോയി ജോലി ചെയ്തിട്ട് അതാ 50 ഉറുപ്പ്യ നമ്മുടെ കയ്യിൽ നൽകുകയാ. നമ്മ പഠിക്കാൻ വേണ്ടി വിടുകയാ. ആ വാപ്പാക്ക് വല്ലാത്ത കടമുണ്ട്, പ്രയാസമുണ്ട്. മാത്രമല്ല പ്രിയപ്പെട്ട അനുജന്മാരെ, നമ്മുടെ മലപ്പുറം ജില്ലയിലൊക്കെ പണ്ട് കാലങ്ങളിൽ എന്നല്ല നമ്മുടെ ഉസ്താദുമാർക്കൊക്കെ അറിയാം, ഏകദേശം ഒരു 15-20 കൊല്ലം മുമ്പ് ചോറ് കടിക്കാൻ വകയില്ലാതെ കഞ്ഞു കുടിച്ച, പൂള കടിച്ച, ചക്ക കടിച്ച ഒരുപടി ആളുകൾ മഞ്ചേരിയുടെ പരിസരത്തുണ്ട്. മഞ്ചേരി ഭാഗങ്ങളിൽ, ഈ കാണുന്ന പ്രദേശങ്ങളിൽ ധാരാളം ആളുകൾ, പ്രായമുള്ള പിതാക്കൾ കഞ്ഞു കുടിക്കാൻ വകയില്ലാതെ പൂള കടിച്ചു പോയ ആളുകളെ നിങ്ങളൊക്കെ ചോദിച്ചാൽ അറിയാം. സുബ്ഹി നിസ്കാരം കഴിഞ്ഞിട്ട് ചായ കുടിക്കാൻ വകുപ്പില്ലാതെ മക്കളെ എന്ന് വിളിച്ചിട്ട് ഒരു ചെറിയ തൊപ്പിക്കൊടിയും വെച്ച്, ആ തൊപ്പിക്കൊടിയുള്ളിൽ കള്ളിത്തുണിയും ചുരുട്ടി വെച്ച് പ്രിയപ്പെട്ട ഉപ്പ പാടത്തേക്ക് ഇറങ്ങിപ്പോകുമ്പോ അവിടുന്ന് ഉച്ചവരെ പാടത്ത് കൊത്തുകയാ, പാടത്ത് കൊത്തിക്കൊണ്ടിരിക്കുകയാ. അങ്ങനെ ഉച്ച സമയമായി. അവിടുന്ന് ഉമ്മ വിളിച്ചിട്ട് മോനെ മോനെ ഉപ്പ അവിടുന്ന് കൊത്തി വിഷമിച്ചിരിക്കുന്നുണ്ടാവും, ഈ കഞ്ഞൊന്ന് കൊണ്ടുപോയി കൊടുക്കോ. തൂക്കുപാത്രത്തിൽ കഞ്ഞു കൊടുക്കുന്നു. ഒരു കയ്യിലതാ ചമ്മന്തി ഏൽപ്പിക്കുന്നു. കുടിക്കാൻ കയ്യിലുണ്ടോ? പ്ലാവിന്റെ ഇലയല്ലേ മുതഅല്ലിമീങ്ങളെ, ആ പ്ലാവിന്റെ ഇല ചുരുട്ടിയിട്ട് കഞ്ഞു കുടിക്കുകയാണ്. ഈ 10 വയസ്സുള്ള മകൻ തൂക്കുപാത്രത്തിലെ കഞ്ഞു പിടിച്ച് ഓടിപ്പോയി വാപ്പയുടെ കയ്യിൽ കൊടുക്കുമ്പോ വാപ്പ വിഷന്നൊട്ടിയ ഉപ്പയതാ കഞ്ഞു കുടിക്കുന്ന സമയത്ത് അവിടുന്ന് ഈ 10 വയസ്സുള്ള മകൻ ഉപ്പാന്റെ മുഖത്ത് നോക്കി നിൽക്കുന്നു. വിഷപ്പുള്ള മകനാൻ. വാപ്പാക്ക് മനസ്സിലായി, പടച്ചവരെ എന്റെ കുട്ടിക്ക് വിഷപ്പുണ്ട്, നല്ല ദാഹമുള്ള വിഷപ്പുള്ള ഉപ്പ മുഴുവനും കുടിച്ചു തീർക്കാതെ അല്പം കഞ്ഞ് ബാക്കി വെച്ച് ഈ മകന്റെ കയ്യിലങ്ങ് കൊടുക്കുമ്പോ പ്രിയപ്പെട്ട ഉപ്പയുടെ മുന്നിൽ ചുരുണ്ടിരുന്നുകൊണ്ട് ആ മകനങ്ങ് ആർത്തിയോടെ എടുത്തു കുടിക്കുമ്പോ പ്രായമുള്ള പിതാവ് കരയുന്നില്ലേ? ആ നിലക്ക് കഷ്ടപ്പെട്ട് നമ്മ വളർത്തിയ ആ പ്രിയപ്പെട്ട പിതാവിന്റെ മുഖത്ത് സന്തോഷത്തോടൊരു നോട്ടം നോക്കിയാൽ ഹജ്ജത്തൽ മബ്റൂറ മാമിൻ ബലദിൽ ബാർ യൻദുറു ഇലാ വാലിദൈഹി നളറ റഹ്മ ഇല്ലാ കതബല്ലാഹു ലഹു ബികുല്ലി നളറത്തിൻ ഹജ്ജത്തൽ മബ്റൂറ. ഒരു ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ്.
മാതാപിതാക്കളുടെ മുഖത്ത്, മാതാപിതാക്കളുടെ വല്ലപ്പോഴും നമ്മൾ ഉപ്പയെ കാണുമ്പോ സന്തോഷത്തിന്റെ ഒരു നോട്ടം, അതോടുകൂടെ ആ ഉപ്പയുടെ മനസ്സ് സന്തോഷിച്ചാൽ അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമു തരും. സന്തോഷത്തിന്റെ നോട്ടം നോക്കുക, ഉമ്മയോട് സന്തോഷത്തിന്റെ നോട്ടം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ ഒരു സ്വഹാബി എഴുന്നേറ്റുകൊണ്ട് യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്, നബിയേ എന്റെ ഉപ്പയുടെ മുഖത്ത് 100 പ്രാവശ്യം നോക്കിയാലോ? മാതാപിതാക്കളോട് വല്ലാത്ത സ്നേഹമുള്ള ഇത് കേട്ടിട്ടൊരു കുട്ടിക്ക് അവിടുത്തെ ആ കുട്ടിയുടെ ഉമ്മയോടും വാപ്പയോടും ഒരു പ്രത്യേക മഹബത്ത്. എഴുന്നേറ്റിട്ട് പറഞ്ഞു, നബിയേ എന്റെ ഉപ്പാന്റെ മുഖത്ത് 100 വട്ടം നോക്കിയാലോ? എന്റെ ഉമ്മയുടെ മുഖത്ത് 100 പ്രാവശ്യം നോക്കിയാലോ? റസൂലുള്ള പഠിപ്പിക്കുന്നു 100 ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ്. മാതാപിതാക്കളുടെ മുഖത്ത് 100 വട്ടം നോക്കിയാലോ ചോദിച്ചപ്പോ ഉടൻ തന്നെ വിത്തങ്ങൾ പറഞ്ഞ മറുപടി 100 ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ്. അത് എങ്ങനെ? മബ്റൂറ, ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ പോയി തിരിച്ചു വരും. സ്വഹീഹായ ഒരു ഹദീസാണ്. ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ തിരിച്ചു വരുമെന്ന് പറഞ്ഞില്ലേ? ആ മബ്റൂറായ ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ് ഒരു കുട്ടിക്ക് മാതാപിതാക്കളുടെ മുഖത്ത് പുഞ്ചിരിയോടൊരു നോട്ടം നോക്കിയാൽ ലഭിക്കാൻ പോകുന്നത്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദരീങ്ങളുടെ ഹക്ക് കൊണ്ട് അവിടുത്തെ പൊരുത്തമുള്ളവരിൽ നമ്മെ പെടുത്തട്ടെ. എന്തൊരു ഇതിങ്ങനെ പറയുമ്പോ വേറൊരാൾ എഴുന്നേറ്റിട്ട് പറഞ്ഞു, നബിയേ ഉമ്മയും ബാപ്പയും വളരെ മോശമാണ്, എന്നാലും വളരെ മോശ, നിസ്കരിക്കൂല്ല, നാട്ടിൽ പോയ ശനിയാഴ്ച വരണ്ടാന്ന ഉമ്മ പറയാ, ഞായറാഴ്ച പോയാ മതി എന്നാ പറയാ. അങ്ങനെ വന്നാലോ? ആ ഘട്ടം അങ്ങനത്തെ ഉമ്മയും ബാപ്പയുടെ മുഖത്ത് നോക്കിയാലും ഈ കൂലി കിട്ടുമോ? കാരുണ്യത്തിന്റെ നേതാവ് പഠിപ്പിക്കുന്നു, അവർ എത്ര മോശമാണ് എങ്കിലും അവരുടെ മുഖത്ത് സന്തോഷത്തോടൊരു നോട്ടം നോക്കുന്നവന് ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ്. അവരെത്ര മോശിക്കോട്ടെ. അതുകൊണ്ട് എന്റെ കൊച്ചനുജന്മാരോട് എന്തൊക്കെ സംഭവിച്ചാലും മാതാപിതാക്കൾ, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ, ആ ഉമ്മയെ ജീവിതത്തിൽ ഒരു വാക്കുപോലും, തമാശക്ക് പോലും ആ ഉമ്മയുടെ കൽബ് പൊട്ടുന്ന, മനസ്സ് പൊട്ടുന്ന, മോനെ നീ എന്നോട് അങ്ങനെ പറഞ്ഞു, എടാ നീ എന്നോട് അങ്ങനെ പറഞ്ഞു അല്ലടാ എന്ന് പറയുന്നൊരു പദം എന്റെ അനുജന്മാരെ വന്നു പോകരുത്, ഖേദിക്കേണ്ടി വരും. നമ്മള് മാതാപിതാക്കളോട് കണ്ണടച്ച് തുറക്കുന്ന സമയം അവരെ പിണക്കം എന്ന ശൈലിയിൽ യഹ്റുമുൽ ഹജ്റു തുർഫത ഐൻ, കണ്ണടച്ച് തുറക്കുന്ന സമയം അവരോടൊരു പിണക്ക ശൈലിയിലൊന്നും മുഖം മാറ്റുന്നത്, ഒന്ന് മാറ്റി നിർത്താൻ പാടില്ല. നമ്മൾ ശ്രദ്ധിക്കുക. അഥവാ എന്തെങ്കിലൊക്കെ ചിലപ്പോ നമ്മളൊക്കെ തമാശക്ക്, നമ്മളൊക്കെ അങ്ങനെ വളർന്നതല്ലേ, അങ്ങനെ വന്നു പോയെങ്കില് ഇപ്പൊ എല്ലാ സംവിധാനം ഉള്ളതല്ലേ, ഒന്ന് പോകുമ്പോ നാട്ടിൽ പോകുമ്പോ ഉമ്മാന്നൊരു വിളി വിളിച്ചാ നമ്മളെ പെറ്റ ഉമ്മയുടെ മനസ്സിലൊന്നും ഉണ്ടാവില്ല. എത്ര പിണങ്ങിയ കുട്ടികളായിക്കോട്ടെ, മെല്ലെ ചെന്നിട്ടും ഉമ്മ മിണ്ടൂലപ്പോ, അപ്പൊ മെല്ലെ ചെന്നിട്ട് ഉമ്മാനെ പുറത്തൊന്ന് തോണ്ടി നോക്കട്ടെ, ഉമ്മ കുറച്ചൊന്നും ഉണ്ട്, കുറെ തോണ്ട പോടാ അവിടെ, അത് മതി. ആ പോടണ്ടല്ലോ. അൽഹംദുലില്ലാഹ്, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ, ആ ഉമ്മയുടെ കണ്ണടയണം, ബാപ്പയുടെ കണ്ണടയണം. അപ്പറിയാ അവരുടെ നിലയും വിലയും എത്രയുണ്ടെന്ന്. പ്രിയപ്പെട്ട കുട്ടികളെ, അരുത്. മാതാപിതാക്കളെ ജീവിതത്തിൽ തമാശക്ക് പോലും വേദനിക്കും തോന്നുന്നൊരു വാക്ക് പറയണ്ട. അള്ളാഹു കാക്കുമാറാവട്ടെ. എന്തെങ്കിലൊക്കെ ശ്രമിച്ച വലിയ മക്കളാ, കല്യാണമൊക്കെ കഴിച്ച് കുറെ കുട്ടികളുണ്ട്, ധാരാളം കുട്ടികളൊക്കെ മക്കളായിട്ട് നമ്മൾ ഭാവിയില് കുറെയൊക്കെ മക്കളായിന്ന് കൂട്ടിക്കോളി. എങ്ങനെ എന്നിട്ട് പ്രായമുള്ള ഉമ്മയുടെ ഇരിക്കുന്നുണ്ട്, മെല്ലെ ചെന്ന് ഉമ്മ ഇപ്പൊ എന്തോ ചെറിയൊരു വിഷമത്തിലാ, ചിലപ്പോ നമ്മള് പോയാക്കാത്തണ്ടേ കാരം. എന്നാ ഉമ്മ ചോറ് കഴിക്കുമ്പോ അമ്മ അടുത്ത് പോയിട്ട് കൊറേ നിന്നു, ഉമ്മ മിണ്ടണമെന്നില്ല. കൊറേ കഴിഞ്ഞപ്പോ ഞാൻ പോട്ടമ്മ, ഞാൻ പോട്ടേന്നങ്ങ് ചോദിച്ചു നോക്കി. അപ്പ പറയടാ എന്തെങ്കിലും കഴിച്ചിട്ട് പോയിക്കടാ. എന്താ അത് അലിഞ്ഞു, ഉമ്മാന്റെ മനസ്സെന്നലിയും. നമ്മളെ പെറ്റ ഉമ്മ, 10 മാസം നൊന്ത് പ്രസവിച്ച ഉമ്മ, ആ ഉമ്മ, ആ പാവങ്ങള് ഇപ്പൊ പ്രായമായി കൊണ്ടിരിക്കുമ്പോ ആ ഉമ്മമാര് അല്ലെങ്കിൽ നമ്മുടെ പിതാക്കള്, അവർക്കിപ്പോ നമ്മളല്ലാതെ ആരില്ല.
അതുകൊണ്ട് ഞാനിവിടെ ഓർമ്മപ്പെടുത്തുന്നത്, ഒരിക്കലും തന്നെ അവരെ വേദനിപ്പിക്കുന്ന ഒന്നും നമ്മിൽ സംഭവിക്കരുത്.